നമസ്കാരം. ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച മുഴുവൻ നമ്മുടെ ബാലഗോപാൽ സഖാവിന്റെ നിയമസഭയിലെ പ്രകടനമാണ്. എന്താ ഒരു ആവേശം! അത് കണ്ടപ്പോൾ ദേണ്ട് രോമങ്ങൾ പോലും എഴുന്നേറ്റ് നിന്നുപോയി. അസാധ്യമായ ഒരു പ്രകടനം, ഒരു മാസ് ഡയലോഗ്. പലരുമൊക്കെ എഴുന്നേറ്റ് പറയ അങ്ങോട്ട്, എന്തിനാ ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നേ എന്ന് ആക്രോശിക്കുന്നത് കണ്ടു. പിണറായി സഖാവ് ഇത് കേട്ട് കിളിപോയിരിക്കുന്നത് കണ്ട് സത്യത്തിൽ വിഷമം തോന്നി കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്കൊരു സംശയം, ഇതൊരു മൂക്കുള തർക്കമാണോ എന്ന്. പിണറായി സഖാവ് ആണോ വലുത്, അതോ ബാലഗോപാൽ സഖാവാണോ? അല്പം കൂടിപ്പോയി. എനിക്കൊരു സംശയമാണ്. ആ ഡയലോഗ് നമുക്കൊന്ന് കേൾക്കാം. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല. ഈ സഭയുടെ സമയം അതിനുപയോഗിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിരന്തരമായ രീതിയാണ് സാറേ. എല്ലാം പറഞ്ഞാണ് എന്തിനാ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്? എല്ലാം പറഞ്ഞാണ് എന്തിനാ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഇവര് പറയുന്നത് കേട്ടോണ്ടിരിക്കേണ്ടത് അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് കേട്ടോണ്ടിരിക്കണം. കണ്ടല്ലോ, ഇന്നലെ സമൂഹ മാധ്യമത്തിൽ ഒരു CPM സഹയാത്രികൻ കുറിച്ചത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ അപമാനിച്ച ബാലഗോപാൽ മാപ്പ് പറയുക എന്നാണ്. പൊതുസമൂഹത്തിൽ ഇത്രയും ആക്ഷേപിക്കണ്ടായിരുന്നു ബാലഗോപാൽ സഖാവെ, പിണറായി സഖാവിനെ. നിയമസഭയിൽ മുന്നണിയെ പ്രതിപക്ഷത്തെ നയിക്കുന്ന നേതാവല്ലേ അദ്ദേഹം. അദ്ദേഹത്തിന് നിയമസഭയിൽ എന്തൊക്കെ പറയണമെന്നും പറയണ്ട എന്നൊക്കെയുള്ള നല്ല ബോധ്യമുള്ള ഒരാളാണ്. ഏതായാലും ബാലഗോപാലിനേക്കാൾ പരിചയവും അനുഭവ സമ്പത്തുമുള്ളയാളാണ്. ഒന്നുമില്ലെങ്കിലും പ്രായത്തെയെങ്കിലും ബഹുമാനിക്കാമായിരുന്നു. ഒന്നാമത്തെ ഭരണപക്ഷം, പ്രത്യേകിച്ച് VD സതീശൻ പിണറായി സഖാവിന് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ സ്വന്തം പാർട്ടിക്കാർ വരെ പിണറായി സഖാവിനെ ഹൂക്കി വിടുന്നത് അത്ര ശരിയല്ല. ഒരു സംസ്ഥാനത്ത് മികച്ച ഭരണം കാഴ്ചവെക്കാൻ ഒരു ഗവൺമെന്റിന് കഴിയണമെങ്കിൽ മികച്ച ഒരു ഗവൺമെന്റ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മികച്ച ഒരു പ്രതിപക്ഷം ഉണ്ടാകേണ്ടത്. പക്ഷെ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ അതെത്ര ദയനീയമാണെന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ സഭയിലെ സംഭവങ്ങൾ കാണുന്നവർക്ക് മനസ്സിലാകും. ദുർബലം എന്നൊക്കെ പറഞ്ഞാൽ പോരാ, ദയനീയം, പരമദയനീയം. ഭരണത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ ഭരണത്തിൽ ഇല്ലാത്ത പുറത്തു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ഭയക്കണമെന്ന് മാസ് ഡയലോഗ് പറഞ്ഞ സഖാക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ ഒന്ന് ആലോചിച്ച് നോക്കിക്ക്. പരമദയനീയമായി പോയി. ഇങ്ങനെയൊക്കെ പറയാനും പ്രവർത്തിക്കാനും ബാലഗോപാലിന് എങ്ങനെ ഒരു ധൈര്യമുണ്ടായി എന്നാണ് ഇപ്പോഴത്തെ എന്റെ ചിന്ത. ഇതിന് മാത്രം പിന്തുണ പാർട്ടിയിൽ ബാലഗോപാലിനുണ്ടോ? എന്റെ ഒരു സംശയമാണ്. കാരണം പിണറായി വിജയൻ സഖാവ് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമാണ്, മുതിർന്ന നേതാവാണ്. ആ പരിഗണനയെങ്കിലും അദ്ദേഹത്തിന് നൽകണം. ബാലഗോപാലിന്റെ ആവേശമൊക്കെ കൊള്ളാം, അത് കൊള്ളത്തിലെന്നല്ല പറഞ്ഞത്. പക്ഷേ അധികമായാൽ അമൃതം വിഷമാകുമെന്ന് പണ്ടുള്ളവർ കൊട്ടാരക്കരയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്.